വാഹനമിടിച്ച് വയോധികൻ മരിച്ച സംഭവത്തിൽ ഇപ്പോൾ പാറശാല SHOയ്ക്ക് സസ്പെൻഷൻ. SHOയ്ക്കെതിരെ നടപടിയുണ്ടായിരിക്കുന്നു. അനിൽകുമാർ ഒളിവിൽ തന്നെ, SHO അനിൽകുമാർ ഒളിവിൽ തന്നെ തുടരുകയാണ്. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഫീദ്, ആക്സിഡന്റിൽ ഒരുപക്ഷെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിയിരുന്നെങ്കിൽ വയോധികനെ രക്ഷിക്കാൻ കഴിഞ്ഞേനെ. ഗുരുതരമായ പിഴവാണ്, അതിലാണ് ഇപ്പോൾ സസ്പെൻഷൻ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ. ഇക്കാര്യത്തിൽ റൂറൽ എസ്പിയുടെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ ഗൗരവമായി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തിയിട്ടുള്ളത്. ഈ സംഭവം ഉണ്ടായ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇത് വാർത്തയാകുന്നതുവരെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടപടികൾ ഉണ്ടായിരുന്നില്ല. അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ കടുത്ത നടപടിയിലേക്ക് കടക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഇതിന്റെ ചില ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പുറത്തു വരികയും ചെയ്തിരുന്നു. കിളിമാനൂരിൽ വെച്ചിട്ടാണ് കാൽനട യാത്രക്കാരൻ വാഹനം മരിച്ച സംഭവത്തിൽ ഈ വാഹനം ഓടിച്ചിരുന്ന, അതായത് നിർത്താതെ പോയ വാഹനം ഓടിച്ചിരുന്നത് പാറശാല SHO P അനിൽകുമാർ ആണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞത്. അതിനുശേഷം ഈ അനിൽകുമാറിനെതിരെ നടപടിക്ക് റൂറൽ SP ശുപാർശ നൽകിയിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വാഹനം അനിൽകുമാറിന്റേതാണെന്ന് കണ്ടെത്തിയത്. അനിൽകുമാർ തന്നെയാണ് വാഹനം ഓടിച്ചതെന്നാണ് അദ്ദേഹവും പിന്നീട് മാധ്യമങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞത്. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഇയാളെ സസ്പെൻഡ് ചെയ്ത് പാറശാല SHOയെ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ഇതിൽ അന്ന് മരിച്ചത് കിളിമാനൂർ ചിത്രടികം സ്വദേശിയായിട്ടുള്ള രാജൻ, 59 വയസ്സുള്ള രാജനായിരുന്നു. ഒരു പക്ഷേ അദ്ദേഹത്തെ വാഹനമിടിച്ച ശേഷം ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ രീതിയിൽ അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാമായിരുന്നു. പക്ഷേ ഔദ്യോഗിക കൃത്യനിർവഹണത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഈ രീതിയിൽ നിയമം ലംഘിച്ചതിലാണ് ഇപ്പോൾ അടിയന്തരമായി ഇയാൾക്കെതിരെ നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. തിരുവനന്തപുരം കിളിമാനൂരിൽ വയോധികനെ വാഹനമിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ പാറശാല SHO സസ്പെൻഷനിലായിരിക്കുന്നു. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.